നിങ്ങൾ കണ്ണൂരിലെ കൊള്ളിക്കേങ്ങും മീൻ മൊളീശനും കഴിച്ചിട്ടുണ്ടോ? ഇപ്പം മീനിനെല്ലാം വില കുറവല്ലേ. ഇന്നലെ 60 രൂപക്ക് 1 കിലോ മത്തി ഉണ്ടായിരുന്നു, ചെറിയ മത്തി. അപ്പോൾ അമ്മ രാവിലെ പണിക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മീൻ മൊളീശൻ ഞാൻ വീഡിയോ എടുക്കുമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ് നീ എന്നാൽ മുളകും തക്കാളി ഉള്ളിയെല്ലാം വാട്ടിയിട്ട് വെക്കുന്നത് എടുത്തോന്നാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അതുപോലെ കറി വെച്ചിട്ട് കൊണ്ടുപോയി മറിച്ചത്. എനിക്ക് നമുക്ക് അങ്ങനെ ശരിയാവില്ല. നമ്മളെ മൊളീശൻ എന്ന് പറഞ്ഞാൽ ഇതാ ഞാനിപ്പം കാണിച്ചു തരാൻ പോകുന്ന ആ ടൈപ്പാണ് കേട്ടോ. ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് ലൂസായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അയില മൊളീശനാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ഇത് അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ മുറിച്ച് നന്നാക്കിയിട്ട് അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വേണ്ടത് ഒരു കഷ്ണം ഉള്ളി, ഒരു കഷ്ണമല്ല, ഒരു ചെറിയൊരു ഉള്ളിയാണ് കേട്ടോ. ഒരു ഉള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. വളരെ ചെറുതാണ്, ഒരു ചെറുനാരങ്ങേൻ്റെ അത്രയേ ഉള്ളൂ. അതൊന്ന് ഇങ്ങനെ മുറിച്ചിടണം. സ്ലൈസായിട്ട് മുറിച്ചിടാം. സിമ്പിളാണ് എൻ്റെ കറി. ഇതിപ്പം കപ്പേൻ്റെ കൂടി ആകുമ്പോൾ കുറച്ച് നല്ലോണം കറി വേണം. അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് കറി പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉള്ളി ഇതുപോലെ മുറിച്ചിടുക. അപ്പോൾ ഉള്ളി ഞാൻ മുറിച്ചിട്ട് കഴിഞ്ഞ് ഇനി ഇതുപോലുള്ളൊരു തക്കാളി, ചെറിയൊരു തക്കാളിയാണ്, അതും നല്ല തരിതരിയായിട്ട് മുറിക്കണം. പിന്നെ ഉണ്ട പച്ചമുളകാണ്, നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അതും ഇങ്ങനെ പൊളന്നിടുക. ശരിക്കും കണ്ണൂരിൻ്റെ മൊളീശൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. മൊളീശൻ നമ്മൾ ഈ എണ്ണയിൽ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം വാട്ടിയിട്ട് വെക്കുന്നതല്ല ശരിക്കും മൊളീശൻ. ഇതാണ് മൊളീശൻ. ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാണ്, ഇഞ്ചിയും കൂടെ മുറിച്ചിടണേ. ചെറുങ്ങനെ മുറിച്ചിട്ടാൽ മതി. കരിയാവില ഞാൻ കറി വാങ്ങി വെക്കാനാകുമ്പോൾ കുറച്ചിടും. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ അവിടുന്ന് കൊണ്ടുവന്നെയാണ്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇതിനെ കഴുകിയിട്ട് കുപ്പിയിലിട്ട് വെച്ചാൽ ഒന്നും ആവില്ല. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ മുളക് പൊടി. ഞാൻ 2-3 സ്പൂൺ ഇടുന്നുണ്ട്, കുറച്ച് നീട്ടി വെക്കേണ്ടതുകൊണ്ട്. ഇനി വാളംപുളി പൊതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് പൊതിർക്കാൻ വെച്ചാണ്. ഇനി നമുക്കിത് പിഴിഞ്ഞിട്ട് ഇതിലോട്ടേക്ക് ഒഴിക്കണം. നല്ലോണം പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ച് ഇതൊന്ന് കലക്കി നോക്കട്ടെ. കലക്കിയിട്ട് ഇനി ഉപ്പും പുളിയൊക്കെ വേണമെന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം അത്യാവശ്യം നല്ല പുളിയുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതിപ്പം വെന്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ചാറേ ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഇതാ ഇത്രേ വേണ്ടു. ഇതാണ് നമ്മളെ മൊളീശൻ്റെ കൂട്ട്, ഒറിജിനൽ കണ്ണൂര് മൊളീശൻ. ഇനി നമുക്ക് നേരെ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനിയും ഇൻഗ്രീഡിയൻസ് തീർന്നില്ല. ലാസ്റ്റ് ഇതിൻ്റെ ഹൈലൈറ്റ് 2 സാധനങ്ങളോടെ ഉണ്ട്. അത് ഞാനിത് വാങ്ങി വെക്കുന്നതിന് തൊട്ട് മുമ്പ് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ മീൻ മൊളീശൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പെല്ലാം നോക്കി, കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഉപ്പിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 സാധനം കൂടെ ചേർക്കാനുണ്ടെന്നറിയില്ലേ, കാണിച്ചു തരാം. ഇതാണ് ഈ മൊളീശൻ്റെ ഹൈലൈറ്റ്, വെളുത്തുള്ളി. നമ്മൾ കറി ഇറക്കി വെക്കുന്നതിന് കുറച്ച് ഒരു 2 മിനിറ്റ് മുന്നേ ആണ് ഇത് ഇട്ട് കൊടുക്കണ്ടേ കേട്ടോ. ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇതിന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലോണം ഒരു 2 തള തിളക്കുകയും വേണ്ടു. കറി റെഡിയാവും.
അപ്പോൾ നമ്മളെ കണ്ണൂർ സ്റ്റൈൽ മൊളീഷ്യൻ റെഡി ആയിട്ടുണ്ടേ. മൊളീഷ്യം എന്നെല്ലാം പറയും ഓരോരുത്തർ. നമ്മുടെ ഭാഷ മൊളീഷ്യൻ. അത് ഇട്ട് കളിയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.